എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോരാട്ടം അതിശക്തമാകുമ്പോൾ, അതായത് കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ 543 ലോക്സഭാ സീറ്റുകളിലെയും പോരാട്ടം അതിശക്തമാകുമ്പോൾ വിവിധ ചാനലുകാർ അവരുടെ എക്സിറ്റ് പോളുമായി രംഗത്തെത്തുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത്, എക്സിറ്റ് പോളുകളിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും പലരും പ്രവചിക്കുന്നില്ല. അടിസ്ഥാനപരമായി ഇന്ത്യ മുന്നണിക്ക് 100 125 സീറ്റ് എല്ലാം കൂടെ വാരിപ്പറക്കിയാൽ കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാ ചാനലുകളും അങ്ങ് തഴഞ്ഞിടുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ സെഫോളജിസ്റ്റുകളെ കൊണ്ട് കഴിയാത്തത് അവരുടെ ദോഷമല്ല. കാരണം അവർക്ക് കൃത്യമായി ഫണ്ട് ചെയ്യുന്ന, രാഷ്ട്രീയപരമായി സപ്പോർട്ടുള്ള, ചായ്വുള്ള, പ്രമുഖരായിട്ടുള്ള, അതായത് പൗരപ്രമുഖർ എന്നൊക്കെ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവും, അത്തരത്തിലുള്ളവർ ചെയ്യുന്നുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ ഫണ്ട് കാര്യമാക്കാനും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും ഒക്കെയാണല്ലോ BJPയുടെ തിടുക്കം. അല്ലാതെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചോ മോദിയുടെ ഗ്യാരണ്ടി എന്നും പറഞ്ഞ് എന്താണ് പറയുന്നത്? ഇവിടെ ശൗചാലയം പണിയതാണോ മോദിയുടെ ഗ്യാരണ്ടി? അല്ലെങ്കിൽ ജനങ്ങളെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ബാങ്കിൽ ക്യൂ നിർത്തിയതാണോ മോദിയുടെ ഗ്യാരണ്ടി? അതോ ക്ഷേത്രം പണിഞ്ഞ് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമൃദ്ധിയായ കാലഘട്ടം ഒരുക്കി കൊടുത്തതാണോ മോദിയുടെ ഗ്യാരണ്ടി? ഇത്തരത്തിലുള്ള ഗ്യാരണ്ടികളൊന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നില്ലല്ലോ എന്ന വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളും അമ്പലങ്ങൾ, പള്ളികൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം. അത് രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മതേതര സന്തുലിത അവസ്ഥയ്ക്കും നല്ലത് തന്നെയാണ്. പക്ഷേ അതിനേക്കാളേറെ മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ആശുപത്രി, അത്തരത്തിലുള്ള കാര്യങ്ങൾ വികസിതമായിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സാധാരണക്കാരൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത നിലവാരം മെച്ചപ്പെടണം. പാവപ്പെട്ടവനും പണക്കാരനും എന്ന രീതിയിലേക്ക് അന്തരം ഉണ്ടാകാൻ പാടില്ല വലിയ തോതിൽ. അട്ടർ പോവർട്ടി എന്ന് നമ്മൾ എക്കണോമിക്സിൽ പറയും. സാധാരണക്കാരൻ, അതായത് നെഹ്റു കൃത്യമായി തന്നെ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ പറയുന്നുണ്ട്, ഈ രാജ്യത്ത് കുത്തക മുതലാളിത്തം അടിസ്ഥാനപരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം അന്നു മുതലേ പറയുകയാണ് എന്ന് 1950കളുടെ മധ്യത്തിൽ തന്നെ പറഞ്ഞു. അങ്ങനെ വന്നാൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരംഗം വളർന്നുകൊണ്ടേയിരിക്കും. അത് പാടില്ല. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഇന്ത്യയിലെ 98% ആസ്തിയും ആരുടെ കൈവശമാണുള്ളത്? 1000-ന് താഴെ മനുഷ്യരുടെ കയ്യിലാണുള്ളത് എന്ന യാഥാർത്ഥ്യം ആർക്കാണ് അറിവില്ലാത്തത്? അത് യാഥാർത്ഥ്യമല്ലേ? അത് മനസ്സിലാക്കിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസ് കൃത്യമായും, രാഹുൽ ഗാന്ധി കൃത്യമായും ഇവിടുത്തെ കൽക്കരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, അദാനി നടത്തുന്ന ഇടപാടുകളെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ നിന്ന് പിരിച്ചുവിടാനും സസ്പെൻഡ് ചെയ്യാനും എന്തൊരു തിടുക്കമാണ്. ഇതിനൊക്കെയുള്ള പോംവഴി ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം തന്നെയാണ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ ചാനലുകാരും മാധ്യമങ്ങളും ഒന്നും ഇന്ത്യ മുന്നണിയെ പരിലാളിക്കുകയല്ല, പകരം തകർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനാണ് ഇന്ത്യ മുന്നണി നഖശിഖാന്തം സമാനതകളില്ലാത്ത പോരാട്ടം നയിക്കുന്നത്.